ഹായ് ഓൾ, 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ വെതർ ആൻഡ് ക്ലൈമറ്റ്. നല്ല രീതിയിൽ നോളജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കണ്ടൻ്റ് ഉള്ള ഒരു ചാപ്റ്റർ ആയിട്ടാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ വർഷത്തെ ജോഗ്രഫിയിലെ ചില ഭാഗങ്ങളൊക്കെ ഇതിലുണ്ട്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അല്ല, മുമ്പത്തെ വർഷത്തെ 9ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ച് അത്യാവശ്യം ലെങ്ത്തുള്ള ചാപ്റ്റർ ആണെങ്കിലും ഡീപ്പായിട്ട് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ നമുക്കിതിൽ കാണുന്നുണ്ട്. ടെമ്പറേച്ചർ, ഹീറ്റ് ലെവൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അവ തമ്മിലുള്ള റിലേഷൻസ് എങ്ങനെയാണ്, വേൾഡ് വൈഡ് അത് എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ ഭാഗത്തുള്ളത്. ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, ഹീറ്റ് ബജറ്റ് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓഷ്യൻ കറൻസ്, സമുദ്രജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ്, ഇത് നമ്മൾ മുമ്പത്തെ 9ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടൻറ്റാണ്. അറ്റ്മോസ്ഫിയർ, പ്രഷർ ആൻഡ് വിൻഡ്സ്, പ്രഷർ ബെൽറ്റൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൻ്റെ കണ്ടൻറ്റ് തന്നെയായിരുന്നു. അതുപോലെ ഇതിലുണ്ട്. കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്കത് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണുള്ളത്. അതുപോലെ തന്നെ കാറ്റുകൾ, പ്രാദേശിക പെർമനൻ്റ് വിൻഡ്സ്, സ്ഥിരമായിട്ടുള്ള കാറ്റുകൾ, ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കണ്ടന്റ് തന്നെയാണ്. പീരിയോഡിക് വിൻഡ്സ് ഇതൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ സൈക്ലോണുകൾ, ആൻറ്റി സൈക്ലോണുകൾ, ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ അതേ കണ്ടന്റ് തന്നെയാണ്. എങ്കിലും കുറച്ചും കൂടി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രസൻറ്റേഷനൊന്നും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നില്ല. ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ മേഘരൂപീകരണം 9ാം ക്ലാസ്സിലെ കണ്ടൻ്റ് ആയിരുന്നു. കണ്ടൻസേഷൻ ലെവലൊക്കെ നമ്മളെ 9ാം ക്ലാസ്സിൻ്റെ കണ്ടൻ്റ് ആയിരുന്നു. റെയിൻഫോള് ഇത് 9ലുണ്ട്. ഓക്കെ, ഇത്രയാണ് ഒന്നാമത്തെ ചാപ്റ്റർ. നല്ല ഒരു കണ്ടൻറ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. നല്ലൊരു പിക്ചർ വൈസൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.